നമ്മുടെ വിദ്യാഭ്യാസ രംഗം അടുത്ത കാലത്തായി വളരെ സമഗ്രമായ ശാസ്ത്രീയമായ ഒട്ടേറെ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പരിഷ്കൃത സമൂഹങ്ങളിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നടപ്പിലാക്കി വന്നിട്ടുള്ള ശിശു കേന്ദ്രീകൃതവും മനഃശാസ്ത്രപരവുമായ ശാസ്ത്രീയമായ വിദ്യാഭ്യാസ രീതികൾ നടപ്പിലാക്കി തുടങ്ങിയതിൻ്റെ ഗുണഫലങ്ങൾ കണ്ടു തുടങ്ങിയ ഒരു കാലത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. വിദ്യാഭ്യാസം സമഗ്രമായ ഒരു ജീവിത പരിശീലനമാണ് എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അത് കുട്ടികളുടെ മനഃശാസ്ത്രത്തെയാണ് പരിഗണിക്കേണ്ടത് എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം മാറ്റങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതിനനുസരിച്ച് കരിക്കുലം മാറ്റം വരുത്തിയിട്ടുണ്ട്, വിദ്യാഭ്യാസ രീതി മാറ്റം വരുത്തിയിട്ടുണ്ട്, അധ്യാപകരുടെ സമീപനങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്, കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന രീതി വളരെയേറെ മാറിയിട്ടുണ്ട്. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് കുട്ടികളെ ഭയപ്പെടുത്തിയും ശിക്ഷിച്ചും പീഡിപ്പിച്ചും അവരെ കൊണ്ട് കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് സമഗ്രമായ ഒരു ജീവിത പരിശീലനം എന്ന കാഴ്ചപ്പാടോടെ കുട്ടികളുടെ മനഃശാസ്ത്രം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതി ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒട്ടേറെ വൈകല്യങ്ങൾ നമ്മുടെയൊക്കെ വ്യക്തിത്വ വികാസത്തിൽ പോലും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. കാരണം കാലം മാറിയപ്പോൾ, ഈ രീതികളൊക്കെ മാറിയപ്പോൾ നമ്മുടെ കുട്ടികളിൽ നിന്നുണ്ടാകുന്ന ഔട്ട്പുട്ടുകൾ കണ്ടാൽ തന്നെ നമ്മളുടെ വിദ്യാഭ്യാസ രീതി മുമ്പ് എത്ര അശാസ്ത്രീയമായിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയും. ഞാൻ ഒരു ചെറിയ ഉദാഹരണം, ഈ അടുത്ത കാലത്ത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു ഉദാഹരണം പറയാം. ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന് തിരഞ്ഞെടുത്ത ഒരു ഗാനം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി സ്വന്തമായി എഴുതിയ അതിമനോഹരമായ ഒരു കവിതയാണ് പ്രവേശനോത്സവ ഗാനമായിട്ട് തിരഞ്ഞെടുത്തത്. ഒരു 9ാം ക്ലാസ്സുകാരിയായ കുട്ടിക്ക് ഇത്രയും മനോഹരമായി കവിത രചിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലൊക്കെ വന്ന മാറ്റങ്ങൾ എത്രമാത്രം ഗുണഫലം ഉളവാക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. കരിക്കുലത്തിലും സിലബസിലും പാഠ്യ വിഷയങ്ങളിലും മാത്രമല്ല, പാഠ്യേതരം എന്ന് നമ്മൾ കരുതിപ്പോരുന്ന മറ്റു വിഷയങ്ങളിലും ഇതേ രീതി തന്നെ ഇന്ന് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കായിക വിദ്യാഭ്യാസത്തിന് പണ്ട് ഉപയോഗിച്ചു വന്നിരുന്ന യാന്ത്രികമായ വരണ്ട രീതികൾക്ക് പകരം കുട്ടികളുടെ മനഃശാസ്ത്രം പരിഗണിച്ചുകൊണ്ടുള്ള പുതിയ രീതികൾ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ളത്. പണ്ടൊക്കെ നമ്മൾ അസംബ്ലിയിലും അല്ലെങ്കിൽ സ്കൂൾ മുറ്റത്തുമൊക്കെ കുട്ടികളെ അണിനിരത്തി അവരെ കൊണ്ട് 1, 2, 3 എന്ന് പറഞ്ഞ് വളരെ യാന്ത്രികമായ ചില പരിശീലനങ്ങളാണ് കായിക അധ്യാപകരെ ഉപയോഗിച്ചുകൊണ്ട് സ്കൂളുകളിൽ നടത്തിയിരുന്നത്. മാത്രമല്ല, ഈ കായിക അധ്യാപകർ കുട്ടികളോട് വളരെ ഭീകരമായിട്ടാണ് പെരുമാറിയിരുന്നത്. എനിക്കൊക്കെ ഇന്നും എൻ്റെ വിദ്യാർത്ഥി ജീവിതകാലത്തെ ഒരു പേടി സ്വപ്നമാണ് അന്നത്തെ കായിക അധ്യാപകരുടെ കായിക പരിശീലനം എന്ന് പറയുന്നത്. കാരണം അത്രയും ഭീകരമായിട്ടാണ് അവർ പരിശീലിപ്പിച്ചിരുന്നത്. കാരണം അവരെ അങ്ങനെയാണ് പരിശീലിപ്പിച്ചിരുന്നത്. പോലീസ് മുറയിലും പട്ടാള മുറയിലുമാണ് കായിക അധ്യാപകരെ പരിശീലിപ്പിച്ച് വിട്ടിരുന്നത്. ആ മുറയാണ് കുട്ടികളോട് അവർ പ്രയോഗിച്ചിരുന്നത്. അതൊക്കെ കുട്ടികളുടെ ശാരീരികമായ ആരോഗ്യത്തെ മാനസികമായ ആരോഗ്യത്തെയും പ്രതികൂലമായാണ് ബാധിച്ചിരുന്നത് എന്നാണ് നമ്മുടെയൊക്കെ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് ഈ ഒരു ഡ്രില്ലിൻ്റെ പീരീഡാണ്. ആ പീരീഡിൽ ഈ കായികാധ്യാപകർ ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് വെയിലത്ത് നിർത്തിയിട്ട് ഈ കാണിച്ചിരുന്ന കോപ്രായങ്ങളാണ് നമുക്ക് ഒരു പേടി സ്വപ്നം പോലെ ഇന്നും മനസ്സിൽ ഓർക്കുന്നത്. നേരെ മറിച്ച് ഇന്ന് കായിക പരിശീലനങ്ങളെയും കുട്ടികളുടെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയും മനുഷ്യൻ്റെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയുമൊക്കെ പരിഷ്കരിച്ചിട്ടുണ്ട് ലോകത്ത്. പരിഷ്കൃത ലോകത്ത് സംഗീതവും നൃത്തവും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് കായിക പരിശീലനങ്ങൾ നടത്തുന്ന രീതിയൊക്കെ വന്നിട്ടുള്ളത് അങ്ങനെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സ്കൂളുകളിലെ കായിക അധ്യാപകരും മറ്റധ്യാപകരും കുട്ടികൾക്ക് എയറോബിക്സും സൂംബ ഡാൻസും ഒക്കെ പഠിപ്പിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഈ വിവാദം വന്ന സമയത്ത് പല സ്കൂളുകളിൽ നിന്നും കുട്ടികൾ ഈ നൃത്തം ചെയ്യുന്ന അല്ലെങ്കിൽ കുട്ടികൾ ഈ കായിക പരിശീലനം നടത്തുന്നതിൻ്റെ വീഡിയോകൾ നമ്മൾ കണ്ടു. ആ വീഡിയോകളിൽ ഈ മതജീവികൾ ശ്രദ്ധിച്ചത് ആ കുട്ടികളുടെ തുള്ളലും കുട്ടികളുടെ വസ്ത്രവും ഒക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചത് ആ കുട്ടികളുടെ മുഖത്തെ ഭാവങ്ങളാണ്. ആ കുട്ടികളൊക്കെ എത്ര സന്തോഷത്തോടു കൂടിയാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നാണ് നമ്മളൊക്കെ ശ്രദ്ധിച്ചത്. അവിടെയാണ് നമ്മൾ നമ്മുടെയൊക്കെ അനുഭവങ്ങളുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ നേട്ടവും. കുട്ടികൾക്ക്, എല്ലാ കുട്ടികൾക്കും യാതൊരു ബോറിങ്ങും അനുഭവപ്പെടാതെ, ഒരു വിരസത അനുഭവപ്പെടാതെ ഇതിൽ താല്പര്യപൂർവ്വം പങ്കെടുക്കാനും
അത് ആസ്വദിക്കാനും കഴിയുന്നു. അതോടൊപ്പം എന്താണോ കായിക പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ നേട്ടങ്ങൾ ഈ കുട്ടികൾക്ക് ശാരീരികമായും മാനസികമായും നേടാനും കഴിയുന്നു. അതാണ് ഇത്തരത്തിലുള്ള പരിശീലനങ്ങളുടെ മികവ് എന്ന് പറയുന്നത്. ഇതൊക്കെ കുട്ടികളുടെ മനഃശാസ്ത്രവും വിദ്യാഭ്യാസ മനഃശാസ്ത്രവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ നന്നായി പഠിച്ച് മനസ്സിലാക്കിയ ആളുകളാണ് ആസൂത്രണം ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും. ഇതിൻ്റെയൊക്കെ ഗുണഫലമായിട്ടാണ് ഇന്ന് വിദ്യാഭ്യാസ രംഗത്തും മറ്റെല്ലാ രംഗത്തും കായിക രംഗത്തും ഒക്കെ നമ്മുടെ കുട്ടികൾ വളരെയേറെ മുന്നേറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊക്കെ കുറ്റമറ്റതാണ് എന്ന അഭിപ്രായമില്ല. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, ഒരുപാട് പരിഷ്കരണങ്ങൾ നടത്തേണ്ടതുണ്ട്. അധ്യാപകർക്ക് ഇനിയും ഇതിനെക്കുറിച്ച് കൂടുതൽ പരിശീലനങ്ങൾ നൽകേണ്ടതുണ്ട്. രക്ഷിതാക്കളെയും കുട്ടികളെയും ഒക്കെ ഇതിനെ ഇനിയും സജ്ജരാക്കേണ്ടതുണ്ട്. അങ്ങനെ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എങ്കിലും ഇതൊരു തുടക്കം എന്ന നിലയ്ക്ക് ഇതൊക്കെ വളരെ ഗുണകരമായ ഫലം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് വിദ്യാഭ്യാസ രംഗത്ത് എന്ന കാര്യത്തിൽ ചിന്തിക്കുന്ന മനുഷ്യർക്കാർക്കും ഒട്ടും അഭിപ്രായ ഭിന്നത ഉണ്ടാവാൻ സാധ്യതയില്ല. രക്ഷിതാക്കളും പൊതുവെ നാട്ടുകാരുമൊക്കെ ഇത്തരം വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളിൽ സംതൃപ്തരാണ് പൊതുവിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അവർ ഭൂരിപക്ഷമൊന്നുമല്ല. അവർ ഏത് സമുദായത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് നമ്മളൊക്കെ ധരിക്കുന്നു. ആ സമുദായത്തിൽ പോലും ഒറ്റപ്പെട്ട വളരെ ഒരു ന്യൂനപക്ഷമായിട്ടുള്ളൊരു വിഭാഗമാണ്. ഇവരൊന്നും ഇപ്പോൾ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്നവരല്ല. അങ്ങനെ പൊതുസമൂഹം തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണ് എന്നതിന് അനുഭവങ്ങൾ തന്നെയാണ് തെളിവ്. 90% സാധാരണക്കാരായ മുസ്ലിം സമൂഹവും പുച്ഛിച്ച് തള്ളിക്കളയുന്നവരാണ് ഈ മതയാഥാസ്ഥിതികർ, ഇപ്പോൾ ഈ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. അവർ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളും സംഘടനകളും അതിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളുമൊന്നും മുസ്ലിം സമുദായത്തിൽ ഒരു 10% പോലും അംഗീകാരമോ പിന്തുണയോ ഉള്ളവരല്ല. മറിച്ച് കുട്ടികൾ പോലും പുച്ഛിച്ച് തള്ളുന്ന പരിഹാസ്യരായ ഒരു വിഭാഗമാണ്. അവർ മാത്രമാണ് ഇത്തരം പരിഷ്കാരങ്ങളോടും ഇത്തരത്തിലുള്ള മാറ്റങ്ങളോടും ഒക്കെ പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് ഇതുപോലെയുള്ള മുറുമുറുപ്പുകൾ ഉണ്ടാക്കുന്നത്. അവരെ അർഹിക്കുന്ന അവജ്ഞയോടെ അവഗണിച്ച് തള്ളുക എന്നതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചെയ്യാനുള്ളത്. ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നതും അതാണ്. ലോറിയുടെയും ബസ്സിൻ്റെയും ഒക്കെ പുറകെ കുരച്ച് ഓടുന്ന തെരുവ് പട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പട്ടികൾ കുറേ പുറകെ അങ്ങ് ഓടി പിന്നെ ലോറി അങ്ങ് പോകുമ്പോൾ തിരിച്ചു വരും. അതുപോലെയാണ് ഇവരെയും കണക്കാക്കേണ്ടത്. ഇവരെ കൊണ്ട് ഈ ലോറിയും ബസ്സും ഒന്നും തടയാൻ കഴിയില്ല, ഈ പുരോഗതിയൊന്നും തടയാൻ കഴിയില്ല. അവരങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും, കുറേ കഴിയുമ്പോൾ അവർ മാറും. അങ്ങനെ മാറിയതിൻ്റെ ഒരു വലിയ നീണ്ട ചരിത്രം തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ നമ്മൾ ഈ കായിക പരിശീലനവും മറ്റും കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തോടൊപ്പം തന്നെ സാമൂഹികമായ ആരോഗ്യത്തെ കൂടെ പരിഗണിച്ചുകൊണ്ടാണ്. ഇന്ന് ഈ വിഷയം തന്നെ ചർച്ചയാവുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ടാണ്. മയക്കുമരുന്നിലേക്കും മദ്യത്തിലേക്കും അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങളിലേക്കും യുവതലമുറ മാറുന്നു എന്നത് നമ്മുടെ സമൂഹത്തെ ഭീതിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് എങ്ങനെ ഈ കുട്ടികളെ പിന്തിരിപ്പിക്കാം എന്നതിനെക്കുറിച്ച് മനഃശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളുകൾ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ട് അതിനുള്ള പല പരിഹാരമാർഗങ്ങളിൽ ഒരു പരിഹാരമാർഗം എന്ന നിലക്കാണ് ഇത്തരത്തിലുള്ള കായിക രംഗത്തേക്കൊക്കെ ഈ കുട്ടികളുടെ ശ്രദ്ധ തിരിച്ചുവിടുക എന്ന പരിപാടി നമ്മൾ നടപ്പിലാക്കുന്നത് വിദ്യാലയങ്ങളിലും പുറത്തുമൊക്കെ. മനുഷ്യൻ ലഹരിയുടെ പിന്നാലെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് യുവതലമുറ അതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണ്. എന്താണ് ആ പ്രശ്നം എന്ന് പരിശോധിക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ ലഹരി എന്താണ് എന്ന് തിരിച്ചറിവില്ലായ്മയാണ്. യഥാർത്ഥ ജീവിതത്തിൻ്റെ ലഹരി എന്താണ് എന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ് പലരും ഇത്തരത്തിലുള്ള ദൂഷ്യഫലങ്ങളുള്ള ലഹരികളിലേക്ക് പോകുന്നത്. മറിച്ച് സ്വന്തം ശരീരത്തിനോ ആരോഗ്യത്തിനോ മാനസികാരോഗ്യത്തിനോ കുടുംബത്തിനോ സമൂഹത്തിനോ ഒരു ദോഷവും ചെയ്യാത്ത, എല്ലാ രംഗത്തും ഗുണഫലം മാത്രം നൽകുന്ന പോസിറ്റീവായിട്ടുള്ള എത്രയോ ലഹരികളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനും സ്വീകരിക്കാനും പരിശീലിക്കാനും. ആ ലഹരികളെ കണ്ടെത്തി കുട്ടികളുടെ ശ്രദ്ധ അതിലേക്ക് തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ മറ്റ് അനാശാസ്യമായ ലഹരികളിലേക്ക് പോകുന്നത് ഒരു പരിധിവരെ തടയാൻ കഴിയുമെന്ന ഒരു ചിന്തയുടെ ഫലമായിട്ടാണ് കലാകായിക രംഗത്തും അതുപോലുള്ള വിനോദ രംഗങ്ങളിലേക്കും മറ്റ് വിജ്ഞാനത്തിൻ്റെ രംഗത്തേക്കുമൊക്കെ ഈ യുവതലമുറയെ തിരിച്ചുവിടാൻ നമ്മൾ പരിശ്രമിക്കുന്നത്. അങ്ങനെയാണ് ഇതിനൊക്കെ പരിഹാരം കാണേണ്ടത്. അല്ലാതെ
ലഹരി കൊണ്ടുവരുന്നവരെ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരെ നമ്മൾ ഭീകരമായി ശിക്ഷിച്ചതുകൊണ്ടും പീഡിപ്പിച്ചതുകൊണ്ടും മാത്രം ഇത് ഇല്ലാതാവില്ല. അതുപോലെ ഈ മതജീവികൾ പറയുന്നത് പോലെ കുറേ അന്ധവിശ്വാസങ്ങൾ കുത്തിക്കയറ്റിയതുകൊണ്ടും ഇതുപോലുള്ള വാസനകളൊന്നും ഇല്ലാതാവില്ല. മറിച്ച് അതിനൊക്കെ അതിനേക്കാൾ ഗുണകരമായ പോസിറ്റീവായിട്ടുള്ള ബദലുകൾ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ഇവരുടെ ജീവിത കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തുക എന്നതാണ് ഇതിനുള്ള പരിഹാര മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ലഹരിക്കെതിരായിട്ട് വിദ്യാലയങ്ങളിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ പോലും സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ഒക്കെ അംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കായിക പരിശീലനങ്ങൾ നൽകുന്ന പരിപാടി അതിൻ്റെ കൂടി ഭാഗമാക്കി മാറ്റാനൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. മനുഷ്യനെക്കുറിച്ചും മനുഷ്യൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ചും കുട്ടികളുടെ മനഃശാസ്ത്രത്തെക്കുറിച്ചുമൊക്കെ അറിവുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. 6-ാം നൂറ്റാണ്ടിലെ ഒരു പ്രാകൃത ഗോത്രകാലത്തെ ഇരുട്ടിൽ ജീവിക്കുന്ന ഈ മതജീവികളോട് ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു ഫലവുമില്ല. അവരെ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൽ അർത്ഥവുമില്ല. അവരെ അല്ല ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, മറിച്ച് അവരെ അവഗണിച്ച് പുച്ഛിച്ച് തള്ളിക്കൊണ്ട് നമ്മുടെ മുമ്പിലുള്ള സമൂഹത്തെ, കുട്ടികളെ ആണ് നമ്മൾ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഈ മതജീവികൾ മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, എന്തെല്ലാം പുതിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ടോ, ആ മാറ്റങ്ങളെല്ലാം ഈ ലോറിക്ക് പിന്നാലെ കുരച്ചോടുന്ന പട്ടികളെ പോലെ എതിർത്ത ഒരു നീണ്ട ചരിത്രം നമുക്കുണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ ഒരു ജീവിതകാലത്ത്, ഞാനൊക്കെ വിദ്യാഭ്യാസം തുടങ്ങുന്ന ആ ഒരു കാലം, എൻ്റെയൊക്കെ കുട്ടിക്കാലം തൊട്ട് ഇന്ന് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള മാറ്റങ്ങളെ എനിക്ക് നോക്കിക്കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ ഓർമ്മയിൽ കൃത്യമായിട്ട് അത് തെളിഞ്ഞു വരുന്നുണ്ട്. ആ മാറ്റങ്ങളും ആ മാറ്റങ്ങളിൽ യാഥാസ്ഥിതിക സമൂഹം പ്രകടിപ്പിച്ചിട്ടുള്ള എതിർപ്പുകളും. യാഥാസ്ഥിതിക സമൂഹം എന്നുകൂടി പറഞ്ഞുകൂടാ. ഇന്നിപ്പോൾ ഇതിനൊക്കെ എതിർക്കുന്നവരെ യാഥാസ്ഥിതികരല്ല. യാഥാസ്ഥിതികർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചു വളർന്ന ആ ഒരു കാലഘട്ടത്തിൽ എന്താണോ സ്ഥിതി, ആ സ്ഥിതി തുടർന്നാൽ മതി, അതിൽ നിന്ന് പുരോഗമനപരമായിട്ടുള്ള മാറ്റങ്ങൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന ചിന്താഗതിക്കാണ് യാഥാസ്ഥിതികത്വം എന്ന് പറയാം. എന്നാൽ ഇന്നിപ്പോൾ ഈ സൂംബ ഡാൻസിനും ഒക്കെ എതിരായിട്ട് രംഗത്ത് വന്നിട്ടുള്ള ആളുകൾ യാഥാസ്ഥിതികരല്ല, അവരതുക്കും മേലെയാണ്. യാഥാസ്ഥിതികത്വം എന്ന് പറഞ്ഞാൽ ഇന്ന് നിലവിലുള്ളതൊക്കെ മതി, അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി മുന്നോട്ട് വേണ്ട എന്ന് ചിന്തിക്കലാണെങ്കിൽ ഇവർ അതും പോരാ, പിന്നോട്ട് പോകണം, 6-ാം നൂറ്റാണ്ട് വരെ പിന്നോട്ട് പോകണം. അവിടെ അന്ന് മുഹമ്മദ് എങ്ങനെയാണോ ജീവിച്ച് കാണിച്ചത് അതുപോലെ ജീവിക്കലാണ് ലോകാവസാനം വരെ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും കടമ എന്ന് വിശ്വസിക്കുന്ന വിഡ്ഢിക്കൂട്ടമാണ് ഇന്ന് ഇതിൻ്റെ എതിരായിട്ട് പ്രവർത്തിക്കുന്നത്. അവർ യാഥാസ്ഥിതികരല്ല, അവർ റിവൈവലിസ്റ്റുകളാണ്, പുനരുത്ഥാനവാദികളാണ്. ഇന്നിപ്പോൾ ഇവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് ചാനലുകളിലൊക്കെ വന്നിരുന്ന് ചർച്ച ചെയ്യുന്ന ഇവർ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോഴാണ് ഞാൻ ഇവരുടെ പൂർവ്വകാലത്ത് നടന്നിട്ടുള്ള, ഇവരുടെ പൂർവീകർ നടത്തിയിട്ടുള്ള ഇതുപോലെയുള്ള ശ്രമങ്ങളും അതിനെയൊക്കെ ഈ സമൂഹം പുച്ഛിച്ച് തള്ളിയതുമായ സംഭവങ്ങളൊക്കെ ഓർത്തുപോയത്. ഇന്നിപ്പോൾ ഇവർ ഈ സൂംബ ഡാൻസിനെതിരായിട്ട് ചാനലിലൊക്കെ വന്നിരുന്ന് ഉന്നയിക്കുന്ന കാര്യങ്ങൾ, കുട്ടികളെ ഇടകലർത്തുന്നു, അല്പവസ്ത്രക്കാരും അല്ലാത്തവരും തമ്മിൽ കൂടിച്ചേർന്ന് പാട്ടുപാടി തുള്ളിച്ചാടുന്നു, ഇതൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അത് ഞങ്ങളുടെ സംസ്കാരത്തിനെതിരാണ്, നമ്മുടെ സംസ്കാരം തകർന്നു പോകും, ഇതൊന്നും ആരോടും ചർച്ച ചെയ്തിട്ടില്ല, ഇതൊക്കെയാണ് ഇവരുടെ ഇപ്പോൾ ഉള്ള ആരോപണങ്ങൾ. കൂടിക്കലരുന്നു, അല്പവസ്ത്രം തുടങ്ങിയിട്ടുള്ള വാദങ്ങളൊക്കെ ഈ ചാനലുകളുടെ ചർച്ചകളിൽ തന്നെ പൊളിഞ്ഞുപോയി. അതൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ അവസാനം അവർ ഉള്ളിലുള്ളത് പുറത്തേക്ക് വരാൻ തുടങ്ങി. തുള്ളലും പാട്ടുമാണ് ഞങ്ങൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞു. പിന്നെ അതും പൊളിഞ്ഞപ്പോൾ ഞങ്ങളോടൊന്നും ചർച്ച ചെയ്തില്ല എന്നാണ് വാദം. ആരാണ് ഇവർ വിദ്യാഭ്യാസ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ? കുട്ടികൾക്ക് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നൽകേണ്ട വിദ്യാഭ്യാസം എങ്ങനെയുള്ളതായിരിക്കണം, എന്തായിരിക്കണം എന്ന് ചർച്ച ചെയ്യേണ്ടത് കുട്ടികളുടെ മനഃശാസ്ത്രം പഠിച്ച ആളുകളോടും വിദ്യാഭ്യാസ രംഗത്ത് വിവരമുള്ള ആളുകളോടും കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരോടും ഒക്കെയാണ്. അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അല്ലാതെ കാവിക്കോണ കൊടുത്ത് തുണിയില്ലാതെ നടക്കുന്ന സന്യാസിമാരെ പിടിച്ചുകൊണ്ടുവന്നിട്ട് അവരായിട്ട് ചർച്ച ചെയ്യുക, ഈ താടി നീട്ടി നടക്കുന്ന മൂല്യന്മാരെ തലീക്കെട്ടുകാരെ പിടിച്ചുകൊണ്ടുവന്നിട്ട് അവരായിട്ട് ചർച്ച ചെയ്യുക, ഇതല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതൊക്കെ അവരുടെ ദർസിലും അവരുടെ മദ്രസയിലും അവർ നടത്തിയാൽ മതി. പൊതുവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മതേതര പൊതുസമൂഹത്തിൽ മുഴുവൻ കുട്ടികൾക്കും വേണ്ടി നമ്മളൊക്കെ നികുതി കൊടുത്തിട്ടുള്ള നികുതി പണത്തിൽ നിന്ന് സർക്കാർ നിയന്ത്രണത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസമാണ്. അവിടെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ മതവിശ്വാസവും അനുസരിച്ചല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, മറിച്ച്
നമ്മളൊരു രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ ആ രാഷ്ട്രത്തിനൊരു വിശ്വാസ സംഹിതയുണ്ട്. അതാണ് രാഷ്ട്രത്തിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത്. ആ ഭരണഘടനയിൽ ഒരു ധാർമ്മിക മൂല്യം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അതിൻ്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചൊരു വിദ്യാഭ്യാസ കാഴ്ചപ്പാട് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊതുവിദ്യാലയങ്ങളിൽ എന്ത് നടക്കണം, എങ്ങനെ നടക്കണം എന്നൊക്കെ ചർച്ച ചെയ്യേണ്ടതും തീരുമാനിക്കേണ്ടതും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ വിളിച്ചിട്ടല്ല വിദ്യാഭ്യാസ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. ഞങ്ങളെ വിളിച്ചില്ല, ചർച്ച ചെയ്തില്ല എന്ന് പറയാൻ ഇവർക്ക് യാതൊരു അർഹതയില്ല. ഇവരെയൊന്നും വിദ്യാലയങ്ങളുടെ 4 അയലക്കത്തേക്കോ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അയൽപക്കത്തേക്കോ അടുപ്പിക്കാൻ പോലും പാടില്ല. നമ്മുടെ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും ജീവിത പരിശീലനവുമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ അടുത്തേക്കൊന്നും ഇവരെ അടുപ്പിക്കാൻ പാടില്ല. കാരണം ഇവർ ജീവിക്കുന്നവരല്ല, ഇന്ന് ജീവിക്കുന്നവരല്ല, ഇവർ ജീവിതത്തെ ജീവിതമായി കാണുന്നവരുമല്ല, ഇവർ മരണത്തിൻ്റെ ആശയം പ്രചരിപ്പിക്കുന്നവരാണ്. ഇവർ 6-ാം നൂറ്റാണ്ടിലെ ഇരുട്ടിൽ ജീവിക്കുന്നവരാണ്. അങ്ങോട്ട് മനുഷ്യരെ പുറകോട്ട് പിടിച്ചു വലിക്കാൻ നടക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരെ പരിഗണിച്ചുകൊണ്ടോ അവരുടെ മുറുമുറുപ്പുകൾ കേട്ടുകൊണ്ടോ അല്ല കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. ഈ കാര്യത്തിൽ ഇപ്പോൾ ഗവൺമെൻറ്റും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ എടുത്തിട്ടുള്ള നിലപാടിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അത് എത്ര കാലം നിലനിൽക്കുമെന്ന് കണ്ടറിയണം. കാരണം ഇവരുടെയൊക്കെ രീതികൾ നമുക്കറിയാം. ഈ മതത്തിൻ്റെ പേരും പറഞ്ഞ് 4 ആൾ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ മുട്ടുമടക്കി എന്നാൽ പിന്നെ അങ്ങനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് കീഴടങ്ങുന്നവരാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ മൊത്തത്തിൽ ഇന്ന് വരെ ചെയ്തു വന്നിട്ടുള്ളത്. അത് ഞാനും ഈ കാര്യത്തിലും ഭയപ്പെടുന്നുണ്ട്. ഇതിനു മുമ്പും അങ്ങനെ പല സന്ദർഭങ്ങളിലും അതുണ്ടായിട്ടുണ്ട്. ഈ മതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അതിനനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്ത് പിന്തിരിപ്പൻ ആശയങ്ങൾ നടപ്പിലാക്കുകയും മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്ത ചരിത്രമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇത് ഈ ഇപ്പോൾ പറയുന്ന നിലപാട് തുടരാൻ സാധ്യത ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത്, ഈ മുറുമുറുപ്പുണ്ടാക്കുന്നവരൊന്നും ഒരു സമുദായത്തിൻ്റെ പ്രതിനിധികളായി പോലും കാണേണ്ടതില്ല ഇന്നത്തെ കാലത്ത് എന്ന്. കാരണം ഇവരെയൊക്കെ ഈ സമുദായത്തിലെ 90% ആളുകളും പ്രത്യേകിച്ച് യുവതലമുറയൊക്കെ പുച്ഛിച്ച് തള്ളിയതാണ്. ഇവരൊന്നും പറയുന്നതിനനുസരിച്ചല്ല ഇന്ന് ഈ സമുദായം മുന്നോട്ട് പോകുന്നത്. ഇതിനകത്ത് 95% ആളുകളും സാധാരണ വിശ്വാസികളും ഇവർ ഈ പറയുന്നതിനൊക്കെ എതിരാണ്. അതൊക്കെ നിങ്ങൾ ഈ കുട്ടികളെ കണ്ടാൽ തന്നെ അറിയാം. അവരുടെയൊക്കെ വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ, ആ കുട്ടികളെയൊക്കെ അതുപോലെ പറഞ്ഞയക്കുന്നതും പരിശീലിപ്പിക്കുന്നതും ആ കുട്ടികളുടെ രക്ഷിതാക്കളാണ്. ഇവർ ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് 3-4 മൂല്യന്മാർ ഇവിടെ വയലു പറഞ്ഞപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? സകല കോളേജ് മുറ്റങ്ങളിലും സ്കൂൾ മുറ്റങ്ങളിലും മുസ്ലിം പെൺകുട്ടികൾ സെറ്റ് സാരി ഉടുത്തുകൊണ്ട് തിരുവാതിര കളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ആ കുട്ടികൾ 100 ആയിരക്കണക്കിന് മുസ്ലിം പെൺകുട്ടികൾ സെറ്റ് സാരി ഉടുത്തുകൊണ്ട് തിരുവാതിര കളിച്ചെങ്കിൽ ആ കുട്ടികൾക്ക് ഈ സെറ്റ് സാരി വാങ്ങിക്കൊടുത്ത് പോയി കളിച്ചോ എന്ന് പറഞ്ഞാൽ അവരെ അതിന് പറഞ്ഞയച്ചതാരാണ്? ആ കുട്ടികളുടെ രക്ഷിതാക്കളാണ്. ആ രക്ഷിതാക്കളും ഈ കുട്ടികളും അടങ്ങുന്നതാണ് ഈ സമുദായത്തിലെ 90% അല്ലെങ്കിൽ അതിലപ്പുറമുള്ള സാധാരണക്കാരായ ആളുകൾ. എന്നാൽ ഈ വയലു പറഞ്ഞു നടക്കുന്ന ആളുകൾ ഇതിൽ 5% പോലും പ്രതിനിധീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ സമുദായം പുച്ഛത്തോടെ കാണുന്ന പുറന്തള്ളിയിട്ടുള്ള ആളുകളാണ് എന്ന് പൊതുസമൂഹം തിരിച്ചറിയണം, രാഷ്ട്രീയക്കാർ തിരിച്ചറിയണം, ഭരിക്കുന്നവർ തിരിച്ചറിയണം. വോട്ട് പേടിച്ചുകൊണ്ട് ഈ മതപേക്കോലങ്ങൾ തുള്ളുന്നതിനനുസരിച്ച് നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ അവർ വിഡ്ഢികളാക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് പൊതുസമൂഹത്തോട് മാത്രമല്ല, ഇവർ പ്രതിദാനം ചെയ്യുന്നു എന്ന് നമ്മളൊക്കെ ധരിക്കുന്ന ആ സമുദായത്തോട് പോലും ചെയ്യുന്ന അപരാധമാണ്. കാരണം ആ സമുദായം പോലും അവിടെ നിന്നൊക്കെ എത്രയോ മുന്നോട്ട് പോയിട്ടുണ്ട്. അവരെ പുറകോട്ട് നയിക്കാൻ നടക്കുന്നവരാണ് ഇവർ. അതുകൊണ്ട് ഇവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുത് എന്ന് തന്നെയാണ് പൊതുസമൂഹത്തോടും രാഷ്ട്രീയക്കാരോടും ഭരണക്കാരോടും ഒക്കെ നമുക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഇവരിപ്പോൾ കൂടിക്കലരാൻ പാടില്ല, പാട്ടുപാടാൻ പാടില്ല, ഡാൻസ് ചെയ്യാൻ പാടില്ല, അല്പവസ്ത്രം പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവരിതൊക്കെ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഡാൻസ് ചെയ്യുന്നിടത്തോ അല്ലെങ്കിൽ സൂമ്പ കളിക്കുന്നിടത്തൊന്നുമല്ല. ഇവർ സ്കൂളിൽ കുട്ടികൾ പോകുന്നതിനെക്കുറിച്ച് ഈ നിലപാടെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 50 കൊല്ലം മുമ്പ് കുട്ടികളെ സ്കൂളിൽ അയക്കാൻ പാടില്ല എന്ന് വയലു പറഞ്ഞു നടന്നിരുന്നവരാണ് ഇവരുടെ പൂർവികർ. സ്കൂൾ പഠിക്കാൻ പാടില്ല, മലയാളം പഠിക്കാൻ പാടില്ല, അത് ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് എന്ന് വയലു പറഞ്ഞിരുന്ന ആളുകളാണ്. അത് കഴിഞ്ഞ് പിന്നെ ആൺകുട്ടികൾ പോയി തുടങ്ങിയപ്പോൾ പറഞ്ഞു പെൺകുട്ടികൾ പോകാൻ പാടില്ല, പെൺകുട്ടികൾ അക്ഷരം പഠിക്കാൻ പാടില്ല, പെൺകുട്ടികൾ പുറത്തിറങ്ങാൻ പാടില്ല. ഇനി അത് കഴിഞ്ഞ് പിന്നെ പെൺകുട്ടികളും പഠിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു 4-ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി, അതിനപ്പുറത്തേക്ക് പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ല. ഇങ്ങനെ പഠിക്കുന്നതിന്, സ്കൂളിൽ പോകുന്നതിന്, വിദ്യാഭ്യാസം നേടുന്നതിന്, എഴുത്ത് പഠിക്കുന്നതിന് എല്ലാം ഇവരെതിർത്തതിൻ്റെ
നീണ്ട ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്, രേഖാപരമായ തെളിവുകളും നമ്മുടെ മുമ്പിലുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിനെ ഇവരെതിർത്തിട്ടുണ്ട്. അങ്ങനെ പല വിദ്യാലയങ്ങളിലും ആൺകുട്ടികൾക്ക് വേറെ ക്ലാസ്, പെൺകുട്ടികൾക്ക് വേറെ ക്ലാസ് എന്ന മട്ടിലാണ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഹൈസ്കൂളുകളിൽ ഗേൾസ് ക്ലാസ്സും ബോയ്സ് ക്ലാസ്സും വേറെ വേറെയായിരുന്നു. പിന്നീട് അത് മിക്സഡ് ക്ലാസ്സുകളാക്കി മാറ്റിയപ്പോൾ ഇവരിതുപോലെ ഉറഞ്ഞു തുള്ളിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ പറഞ്ഞ ലോറിക്ക് പിന്നാലെ കുരച്ചോടുന്ന പട്ടികളെ പോലെ അങ്ങ് കുരച്ച് ഓടി തിരിച്ചു പോകുകയല്ലാതെ ലോറി മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇതൊന്നും വിലപ്പോവില്ല. അപ്പോഴാണ് ഇവിടെ ഡാൻസും കായിക പരിശീലനവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇടകലരാൻ പറ്റില്ല എന്നാണ്. ആരാ അതൊക്കെ പറയുന്നത്? ഈ സമൂഹത്തിൽ അനാശാസ്യമായി ഇടകലരേണ്ട എല്ലാ ഇടകലരും ജീവിതത്തിൽ പ്രയോഗിക്കുന്നവർ തന്നെയാണ് ഇതൊക്കെ വന്നിരുന്ന് പറയുന്നത്. ഇന്നലെ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ഒരുത്തൻ മെഡിസിൻ പഠിക്കുന്നവനാണെന്നും പറഞ്ഞിട്ടാണ് വന്നത്. അവനോട് ചാനലിലെ ആങ്കർ ചോദിച്ചു, നീ മെഡിസിൻ പഠിക്കുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും വേറെ വേറെയാണോ പഠിക്കുന്നത്? ടീച്ചർമാരൊക്കെ പെൺകുട്ടികളെ പെണ്ണുങ്ങളും ആണുങ്ങളും മാത്രമാണോ പഠിപ്പിക്കുന്നത്? ഇവരേറ്റൊക്കെ ഇടകലർന്ന് മെഡിസിൻ പഠിച്ചുകൊണ്ട് തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ആർക്കാ പ്രശ്നം? അതാണ് ചോദ്യം. പിന്നെ ആർക്കാണ് പ്രശ്നം ഇവിടെ? ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതിന്, പെൺകുട്ടി ഒരുമിച്ച് അസംബ്ലിയിൽ നിൽക്കുന്നതിന്, ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് കായിക പരിശീലനം നടത്തുന്നതിന് ആർക്കാണ് പ്രശ്നമുള്ളത്? ആർക്കും പ്രശ്നമില്ല. പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാണ്. അതിൻ്റെയൊക്കെ പിന്നിൽ ഉദ്ദേശങ്ങൾ വേറെയാണ്. അല്പവസ്ത്രം ഇതായിരുന്നു ആദ്യം പറഞ്ഞത്. എന്താണ് അല്പവസ്ത്രം എന്ന് ചോദിച്ചെല്ലാവരും ഉത്തരം മുട്ടിക്കാൻ തുടങ്ങിയപ്പോൾ അത് വിട്ട്. ഈ അല്പവസ്ത്രം എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശ്യം എന്താണ്? ചീഞ്ഞ വർഗീയതയാണത്. കാരണം സ്കൂളിലെ കുട്ടികൾ വരുന്നത് സ്കൂളിലെ യൂണിഫോം ധരിച്ചിട്ടാണ്. അവർ കായിക പരിശീലനം നടത്തുന്നതും അസംബ്ലിയിൽ നിൽക്കുന്നതും സ്കൂൾ യൂണിഫോം ഇട്ടിട്ടാണ്. ആ സ്കൂൾ യൂണിഫോമിൽ അല്പവസ്ത്രധാരികളുണ്ട് എന്ന് ഇവർ പറയുമ്പോൾ ഇവരുടെ മനസ്സിലെന്താ ഉള്ളത്? തട്ടം വിട്ട ഫുൾ കൈയിട്ട മുസ്ലിം പെൺകുട്ടികളുടെ കൂടെ തട്ടമിടാത്ത ഹാഫ് കൈയുള്ള മുസ്ലിം അല്ലാത്ത പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളെയാണ് അല്പവസ്ത്രധാരികൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത്. ലിപ്സ്റ്റിക് ഇട്ട് പോകുന്ന പെൺകുട്ടി വേശ്യയാണ് എന്ന് വയല് പറയുന്ന മൂല്യന്മാരാണ്, ആ മൂല്യന്മാരുടെ ബാക്കിയുള്ളവരാണ് ഇവിടെ വന്നിരുന്നിട്ട് ഈ വൃത്തികേട് പറയുന്നത്. ഒരു ബഹുസ്വര സമൂഹത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും പരമാവധി അവരുടെ മതപരമായിട്ടുള്ള ഐഡൻറ്റിറ്റിയൊക്കെ നിലനിർത്താൻ അനുവദിച്ചുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസവും മറ്റും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ട് ഉള്ളിലുള്ള വർഗീയ വിഷം പുറത്തു വിടുകയാണ്. മറ്റു കുട്ടികളെ, ഈ തലയിൽ തട്ടമിടാത്ത കുട്ടികളെ നോക്കിയിട്ടാണ് അല്പവസ്ത്രധാരികൾ എന്ന് അധിക്ഷേപിക്കുന്നത്. അത് തുറന്നു പറയാനുള്ള മടി കൊണ്ടാണ് പിന്നെ അതൊക്കെ പിൻവലിച്ചു പോകുന്നത്. ഈ വസ്ത്രത്തിൻ്റെയൊക്കെ കാര്യത്തിൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്കറിയാം എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ എതിർത്തിട്ടുള്ളത്. മതം പറഞ്ഞുകൊണ്ട് പാൻസ് ധരിക്കുന്നതിന് ഇവർ എതിർത്തിട്ടുണ്ട്. വയലു പറഞ്ഞിരുന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അണ്ടർവെയർ ധരിക്കാൻ പാടുണ്ടായിരുന്നില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അണ്ടർ ഗാർമെൻറ്റ്സ് ഉപയോഗിക്കാൻ പാടുണ്ടായിരുന്നില്ല. അതൊക്കെ കാഫറുകളുടെ വസ്ത്രധാരണ രീതിയാണ്, നമുക്ക് ഹറാമാണ് എന്നായിരുന്നു അന്ന് മൂല്യന്മാർ വയലു പറഞ്ഞിരുന്നത്. ആ പ്രായത്തിലുള്ള ആളുകളൊന്നും അണ്ടർവെയർ ധരിച്ചിട്ടില്ല. കാരണം ഈ മൂല്യന്മാർ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതൊക്കെ കാഫറിങ്ങളുടെ വേഷമാണെന്ന്. മുടി വെട്ടാൻ പാടുണ്ടായിരുന്നില്ല. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മുടി വെട്ടുന്നത് കാഫറാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ പരിഹസിച്ചിട്ടുണ്ട്. മുടിയൊക്കെ മൊട്ട അടിച്ച് കളയണം, ഇങ്ങനെയായിരുന്നു. സ്കൂളുകളിലെ കലാകായിക രംഗത്ത് മുസ്ലിം കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ പങ്കെടുക്കുന്നതിനെ പണ്ട് മുതലേ എതിർത്ത് പോന്നവരാണ് ഇവർ. അവിടെ പാട്ട് പാടുന്നുണ്ട്, അവിടെ ഡാൻസ് ചെയ്യുന്നുണ്ട്, അവിടെ ഒപ്പന കളിക്കുന്നുണ്ട്, അവിടെ എല്ലാം ഉണ്ട്. അതെല്ലാം തുടക്കകാലത്ത് മുതലേ എതിർത്ത് പോന്നവരാണ്. ആ എതിർപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഇപ്പം എന്തായി? ഇപ്പോൾ അതൊന്നും ഇവർക്ക് ഹറാമല്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് അവർ അംഗീകരിച്ചു. അപ്പോഴാണ് അവർ കായിക പരിശീലനത്തിൽ ഇളകലരുന്നതും പാട്ടുപാടുന്നതും ഡാൻസ് ചെയ്യുന്നതും ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് ചെയ്യുന്നതും ഇവർക്ക് പ്രശ്നമാണ് എന്ന് പറയുന്നത്. ചിത്രം വരയ്ക്കാൻ പാടുണ്ടായിരുന്നില്ല. ചിത്രം വരയ്ക്കുന്നത് ഹറാമാണ്. അങ്ങനെയൊക്കെയാണ് കിതാബുകളിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഫോട്ടോ എടുക്കാൻ പാടില്ല. ക്യാമറ കണ്ടാൽ ആ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയിരുന്ന നിക്കാഹ് നടത്താൻ വന്ന മൂല്യന്മാരുണ്ടായിരുന്നു. ടി വി കണ്ട വീട്ടിൽ കല്യാണം മുടങ്ങിയ സംഭവം എനിക്കറിയാം. നമ്മളെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ടി വി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കല്യാണം മുടക്കിപ്പോയ, ക്യാമറ കണ്ടിട്ട് ഇതിൻ്റെ പേരിൽ കല്യാണം മുടക്കിപ്പോയവരുണ്ട്, നിക്കാഹ് മുടക്കിപ്പോയ മൂല്യന്മാരുണ്ട്. ഇതൊക്കെ ഹറാമായിരുന്നു. സിനിമ കാണാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ സിനിമ എടുത്തുകൊണ്ട് മതം പ്രചരിപ്പിക്കുന്നു. സ്റ്റില്ല് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരിപ്പോൾ വീഡിയോയിൽ കൂടെയാണ് മതം പ്രചരിപ്പിക്കുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വീഡിയോ എടുത്തിട്ടാണ് ഇന്ന് വയലു പറയുന്നത്. ഉച്ചഭാഷിണി വന്ന കാലത്ത് ഹറാമായിരുന്നു. പള്ളിയിൽ ബാങ്ക് കൊടുക്കാനും വയലു പറയാനും ഉച്ചഭാഷിണി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വയലു പറഞ്ഞിരുന്നു.
പിന്നെ ആ ഉച്ചഭാഷണിയിൽ കൂടെ തന്നെ വയലു പറയാനും ബാങ്ക് വിളിക്കാനും തുടങ്ങി. അതൊക്കെ ഇപ്പോൾ വളരെ സ്വാഭാവികമായിട്ട് മാറി. ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. ഹജ്ജിന് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണമെന്നും പാസ്പോർട്ട് വേണമെങ്കിൽ ഫോട്ടോ വേണമെന്നും വന്നപ്പോൾ എന്നാൽ ഇത്ര ചെറിയ ഫോട്ടോ മതി, ഫുൾ ഫോട്ടോ പാടില്ല എന്നങ്ങനെയൊന്നും, ഫുൾ സൈസ് ഫോട്ടോ പാടില്ല, അത് ഹറാമാണ്, മറ്റേത് കുറച്ചൊക്കെ ഹലാലാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഫുൾ സൈസ് ഫോട്ടോ മാത്രമല്ല സിനിമയും വീഡിയോയും ഒക്കെ ഹലാലായി. സർക്കാർ ജോലി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കൂട്ടരുണ്ട് ഇവിടെ, ജമാഅത്തെ ഇസ്ലാമിക്കാർ. ബാങ്കിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ ലോൺ എടുക്കുന്നതും ബാങ്കിലേക്ക് പോകുന്നതും വിലക്കിയിട്ടുണ്ട്. കൃഷിക്കാർക്ക് ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രാമീണ ബാങ്കുകൾ തുടങ്ങിയ സമയത്ത് മൂല്യന്മാരെ നാടാകെ നടന്ന് വയലു പറഞ്ഞു ബാങ്കിൽ പോകാൻ പാടില്ല, ലോൺ എടുക്കാൻ പാടില്ല, പലിശയാണ്, ഹറാമാണ്. ഇന്ന് ആ ബാങ്കുകളുടെ മുഴുവൻ സഹകരണ ബാങ്കുകളുടെ മുഴുവൻ ഭരണവും അതിൻ്റെ സെക്രട്ടറിമാരും അതിൻ്റെ പ്രസിഡൻറ്റുമാരും അതിൻ്റെ ഭരണസമിതിക്കാരും ആരാണ്? ഈ മൂല്യന്മാരും ഈ ലീഗുകാരും ഒക്കെ തന്നെയാണ്. അതൊക്കെ ഹലാലായി. സന്താന നിയന്ത്രണം ഒരു കാലത്ത് വലിയ വയലിൻ്റെ വിഷയമായിരുന്നു. സന്താന നിയന്ത്രണം പാടില്ല പാടില്ല എന്ന് പറഞ്ഞാണ്. ഇന്നിപ്പോൾ ഏത് മൂല്യാരാ വീട്ടിലാണ് സന്താന നിയന്ത്രണം ഇല്ലാത്തത്? ഇന്ന് ഏത് മൂല്യാരാ അതിനെക്കുറിച്ച് വയലു പറയുന്നത്? ചികിത്സ പാടില്ല, വാക്സിനേഷൻ പാടില്ല. കണ്ടില്ലേ, ഒരു കുട്ടീനെ കൊന്നു കഴിഞ്ഞ ദിവസം. ചികിത്സ പാടില്ല, വാക്സിനേഷൻ പാടില്ല, ഇപ്പോഴും പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. പക്ഷേ ഇതൊക്കെ ലോറിക്ക് പിന്നാലെ ഓടുന്ന പട്ടികളെ പോലെ ഇവരിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ സമൂഹം ഇതിനെല്ലാം അവഗണിച്ച് തള്ളി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അങ്ങനെ മുന്നോട്ട് വന്നാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഒരിക്കലും ഇവരുടെ ഈ മുറുമുറുപ്പുകൾക്ക് ചെവി കൊടുത്തിട്ടില്ല. ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടാക്കാൻ അവർക്ക് പല സന്ദർഭങ്ങളിലും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ സമൂഹം മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇനിയും ഈ സമൂഹം മുന്നോട്ട് തന്നെ പോവുകയും ചെയ്യും. പൊതുവിദ്യാഭ്യാസം മതത്തെ അല്ല പരിഗണിക്കേണ്ടത്. പൊതുവിദ്യാഭ്യാസം എങ്ങനെ നടത്തണം, ഏത് രീതിയിൽ നടത്തണം, എന്തൊക്കെ നടത്തണം എന്ന കാര്യം തീരുമാനിക്കേണ്ടത് മതപണ്ഡിതന്മാരും മതനേതാക്കളും അല്ല. അത് വിദ്യാഭ്യാസ വിദഗ്ധരും മനഃശാസ്ത്ര വിദഗ്ധരും അധ്യാപകരുമൊക്കെ ചേർന്ന് നടത്തേണ്ട കാര്യമാണ്. പൊതുവിദ്യാഭ്യാസം എങ്ങനെ നടത്തണമെന്ന് അഭിപ്രായം പറയാൻ ഇവർക്ക് യാതൊരു അർഹതയില്ല. അവരവരുടെ മതവിദ്യാഭ്യാസത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി. അവർ പൊതുവിദ്യാഭ്യാസത്തിൽ ഇടപെടാൻ വരണ്ട. അങ്ങനെ ഇടപെടാൻ വരികയാണെങ്കിൽ അവരെ അടിച്ചോടിക്കാനുള്ള നിയമങ്ങളും സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാവണം. എങ്കിലേ ഇവിടെ മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനയും അതിൻ്റെ ധാർമ്മിക മൂല്യങ്ങളും നമുക്ക് സംരക്ഷിക്കാൻ കഴിയുള്ളൂ. തങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരും അടിച്ചേൽപ്പിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ കുട്ടികളെ സ്കൂളിൽ അയക്കണ്ട, മദ്രസയിൽ മാത്രം പോയാൽ മതി. ഇതൊന്നും ഇഷ്ടമില്ലാത്തവർ സ്കൂളിൽ വരണ്ട, അല്ലെങ്കിൽ സ്കൂളിൽ കുട്ടികളെ അയക്കണ്ടെന്ന് വെക്കാം. അത് പറ്റില്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം നിങ്ങളും തീരുമാനിക്കേണ്ട. കാരണം മറ്റുള്ളവർ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഏതെങ്കിലും ഒരു മതവിഭാഗമല്ല. ഇവിടുത്തെ പൊതുസമൂഹത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊതു സംവിധാനങ്ങൾ അത് നമ്മുടെ ഭരണഘടനയുടെ ധാർമ്മിക മൂല്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. അതല്ലാതെ അവിടെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു മതക്കാർ വന്നിട്ട് ഇത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇതിവിടെ നടത്താൻ പറ്റില്ല എന്ന് പറയാൻ ഒരു മതക്കാർക്കും ഒരു അർഹതയില്ല. നമ്മുടെ ഭരണഘടനയുടെ പൊതുവായ ധാർമ്മികതക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കുമ്പോൾ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നവർ അതുമായി സഹകരിക്കുക. അതിന് ഞങ്ങൾക്ക് മതവിശ്വാസം തടസ്സമാണ് എന്ന് കരുതുന്നവർക്ക് അവർക്ക് മതവിശ്വാസവും കെട്ടിപ്പിടിച്ച് അവർക്ക് വീട്ടിലിരിക്കാം. അതല്ലെങ്കിൽ അവരുടേതായ സ്ഥാപനങ്ങളിൽ അവർക്ക് പഠിക്കാം. പൊതുവിദ്യാലയങ്ങളിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വേറെ കുട്ടികൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഫാസിസം മാത്രമല്ല, ശുദ്ധ തോന്നിവാസമാണ്. അത്തരം തോന്നിവാസങ്ങൾക്ക് നമ്മുടെ രാഷ്ട്രീയക്കാർ വഴങ്ങിക്കൊടുത്തു ശീലിച്ചു എന്നതുകൊണ്ടാണ് ഇതൊക്കെ പിന്നെയും തലപൊക്കുന്നത്. ഇനി എന്താണ് ഇവരുടെ യഥാർത്ഥ പ്രശ്നം? ഇവരുടെ യഥാർത്ഥ പ്രശ്നം അതിവർ പറയില്ല. അത് പറയാൻ ഇവർക്ക് ലജ്ജയുണ്ട്, അതുകൊണ്ടാണ് പറയാത്തത്. ഇവരുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊന്നും ഇവരുടെ മതം അനുവദിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പെൺകുട്ടികൾ പുറത്തിറങ്ങുന്നത്, പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നത്, കുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നത്, അവർ കലാകായിക പരിശീലനം നേടുന്നത്, അവർ മാനസികാരോഗ്യം നേടുന്നത്, അവർ ശാരീരികാരോഗ്യം നേടുന്നത്, ഇതൊന്നും ഇവരുടെ മതം അനുവദിക്കുന്നില്ല. കാരണം ഇവരുടെ മതത്തിൻ്റെ ജീവിത കാഴ്ചപ്പാട് തന്നെ ജീവിതം ജീവിക്കാനുള്ളതല്ല, അത് മരിക്കാനുള്ളതാണ് എന്നാണ്. യഥാർത്ഥ ജീവിതം മരിച്ചതിന് ശേഷമാണ്. ആ യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി ഇവിടെ ചതിക്കുഴി ഒരുക്കി വെച്ചുകൊണ്ട് പരീക്ഷണം നടത്തുന്നതാണ് ഈ ജീവിതം എന്ന വൃത്തികെട്ട സിദ്ധാന്തമാണ് ഈ മതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ഇവിടുത്തെ ജീവിതം, ആ ജീവിതത്തിൽ നമുക്ക് സന്തോഷം അനുഭവിക്കുന്ന, സമാധാനം കിട്ടുന്ന ഏത് കാര്യവും ദൈവം നമ്മളെ ചതിക്കാൻ ഒരുക്കി വെച്ച മതാഉൻ ഉറൂറുൻ ആണ് എന്നാണ് ഇവരുടെ മതം പറയുന്നത്. അതാണ് ഖുർആനിൽ പറയുന്നത്. എന്താ മതാഉൻ ഉറൂറുൻ? ചതിക്കാനുള്ള വിഭവം. അതായത് നമ്മളെ വാരിക്കുഴി ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതിൽ പോയി വീഴുന്നവരാരോ അവരെ പിടിച്ചിട്ട്
നരകത്തിൽ, നിത്യനരകത്തിൽ കത്തിക്കാൻ കാത്തിരിക്കുകയാണ് ഇവരുടെ ദൈവം. ആരാണോ ജീവിക്കുന്നത്, ആരാണോ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നത്, ആരാണോ ജീവിതത്തിൽ സന്തോഷിക്കുന്നത്, അവരെ എല്ലാം പിടിച്ച് നരകത്തിലിടാൻ കാത്തിരിക്കുന്ന ഒരു ഭീകരനായിട്ടാണ് ഇവർ ദൈവത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ മതം. അതാണ് ഇവരുടെ പ്രശ്നം. ഇവിടെ കുട്ടികളുടെ അല്പവസ്ത്രവും കുട്ടികളുടെ ഇടകലരലും ഒന്നുമല്ല ഇവരുടെ യഥാർത്ഥ പ്രശ്നം. അത് ഇവർ പറഞ്ഞു. ഇവരുടെ യഥാർത്ഥ പ്രശ്നം കുട്ടികൾ പാട്ട് പാടുന്നു, പാട്ടിനൊപ്പം ഡാൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പാട്ടും ഡാൻസുമാണ് പ്രശ്നം. പാട്ടും ഡാൻസും കുട്ടികൾ പരിശീലിച്ചാൽ കുട്ടികളുടെ സംസ്കാരം മാറിപ്പോവും. എങ്ങനെ മാറിപ്പോവും? അവർ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലേക്ക് അവരുടെ സംസ്കാരം മാറിപ്പോവും. നമ്മുടെ മതം അത് അനുവദിക്കുന്നില്ല. പാട്ടുപാടാനും ഡാൻസ് ചെയ്യാനും ചിത്രം വരയ്ക്കാനും ആസ്വദിക്കാനും ഒന്നും ഉള്ളതല്ല. സന്തോഷം അനുഭവിക്കാനുള്ളതല്ല ജീവിതം. അതാണ് അടിസ്ഥാന പ്രശ്നം. പിന്നെ എന്താണ് ജീവിതം? ഈ സന്തോഷങ്ങൾ അനുഭവിക്കാനുള്ള എല്ലാ വിഭവങ്ങളും ദൈവം ഒരുക്കി വെച്ച ചതിക്കണിയാണ്. അതിൽ കുടുങ്ങാതെ ദൈവം പറഞ്ഞതനുസരിച്ച് ഇതിൽ നിന്നെല്ലാം മാറി നിന്ന് ദൈവത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്ത് ജീവിക്കാതെ ജീവിച്ചാൽ, ഇരുട്ടിൽ ജീവിച്ചാൽ നാളെ മരണത്തിന് ശേഷം കള്ളും പെണ്ണും കിട്ടും. ഇതാണ് മതം പഠിപ്പിക്കുന്നത്. ആ കള്ളും പെണ്ണും കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും ഇല്ലാതാക്കണം എന്ന് വിശ്വസിക്കുന്നവരാണ് തുള്ളലും പാട്ടും ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഈ രംഗത്ത് വരുന്നത്. അതാണ് പ്രശ്നം. നിങ്ങൾ ഈ സൂംബ ഡാൻസ് കളിക്കുന്ന കുട്ടികളുടെ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ടപ്പോൾ ഇവർ ആ കുട്ടികളുടെ വസ്ത്രവും കുട്ടികളുടെ തുള്ളലുമാണ് ശ്രദ്ധിച്ചതെങ്കിൽ നമ്മളൊക്കെ ശ്രദ്ധിച്ചത് ആ കുട്ടികളുടെ മുഖത്തെ സന്തോഷമാണ്. നമ്മളൊക്കെ അധ്യാപകർ എന്നുള്ള നിലക്ക് കുട്ടികൾക്ക് പലതരത്തിലുള്ള പരിശീലനങ്ങൾ നടത്തിയിരുന്ന ആ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ അവരെ പേടിപ്പിച്ചിട്ടും നിർബന്ധിച്ചിട്ടുമാണ് ഇതൊക്കെ ചെയ്യിച്ചിരുന്നത്. പക്ഷേ ഈ കുട്ടികൾ അങ്ങനെയല്ല. ഈ കുട്ടികൾ സന്തോഷപൂർവ്വം അതിൽ പങ്കെടുക്കുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുഖത്ത് ആ സന്തോഷം വിരിഞ്ഞ് കാണുന്നു. അതാണ് ഇവരുടെ പ്രശ്നം. കുട്ടികൾ സന്തോഷിക്കുന്നു എന്നതാണ് പ്രശ്നം. സന്തോഷിക്കുന്ന ഒരു പരിശീലനം വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടികൾ നാളെ ജീവിതം സന്തോഷിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കും. എന്നാൽ ഇവരുടെ മതം പറയുന്നത് ജീവിതം സന്തോഷിക്കാനുള്ളതല്ല, സന്തോഷിക്കുന്നതെല്ലാം തിന്മയാണ്, സന്തോഷിക്കുന്നതെല്ലാം ഹറാമാണ്, സന്തോഷിച്ചാൽ നാളെ ദുഃഖിക്കേണ്ടി വരും, നാളെ നരകത്തിൽ കിടക്കേണ്ടി വരും. ഇതാണ് മതം. ആ മതത്തിൻ്റെ ഭീതി ഈ കുട്ടികളിൽ കുത്തിവെച്ചുകൊണ്ടാണ് ഇവർ കുട്ടികളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. അതിന് സ്കൂൾ വിദ്യാഭ്യാസവും സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളും വലിയ തോതിൽ തടസ്സമുണ്ടാക്കുന്നുണ്ട്. ഈ കുട്ടികൾ ഇവരുടെ നിയന്ത്രണത്തിൽ നിന്ന് കുതറിപ്പോകുന്നുണ്ട്, ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഡാൻസ് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ കുട്ടികൾ കൂട്ടത്തോടെ ഡാൻസ് ചെയ്യുന്നുണ്ട്, പാട്ട് പാടണ്ട എന്ന് പറഞ്ഞാൽ കുട്ടികൾ കൂട്ടത്തോടെ പാട്ട് പാടുന്നുണ്ട്. അതാണ് ഇവരെ ബേജാറാക്കുന്നത്. അതുകൊണ്ടാണ് ചാടി വന്നിട്ട് ഇത് ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറയുന്നത്. മനുഷ്യരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നതായിരുന്നു ഈ മതങ്ങളുടെ എല്ലാം അടിസ്ഥാനം. അതിൻ്റേതായ രാഷ്ട്രീയമുണ്ട്, അതിൻ്റേതായ മനഃശാസ്ത്രമുണ്ട്. ഇതിനും ഒരു രാഷ്ട്രീയമുണ്ട്. ഈ പറഞ്ഞത് ഇതിൻ്റെ മതപരമായ അംശമാണെങ്കിൽ ഇതിന് രാഷ്ട്രീയമായ ചില ഉദ്ദേശങ്ങളുമുണ്ട്. കാരണം വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള ഈ വലിയ ഗുണപരമായ മാറ്റങ്ങൾ കാരണം പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ ഒഴുകുകയാണ്. ഇതെല്ലാം കച്ചവടം ചെയ്തിരുന്ന ആളുകൾക്ക് കച്ചവടം പൂട്ടിപ്പോവേണ്ട അവസ്ഥ കേരളത്തിൽ വന്നിട്ടുണ്ട്. നേരെ മറിച്ച് മുമ്പ് അങ്ങനെയല്ല. മുമ്പ് ഈ കച്ചവടക്കാരായ ആളുകൾക്ക് കച്ചവടം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നതായിരുന്നു കേരളത്തിലെ ഭരണകൂടങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ആ സ്ഥിതി മാറിയിട്ട് പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുകയും പൊതുവിദ്യാഭ്യാസത്തിലേക്ക് കുട്ടികളെയും രക്ഷിതാക്കളെയും ആകർഷിക്കുകയും ചെയ്യുന്ന തരത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പണം മുടക്കി സ്കൂളുകളും പരിസരങ്ങളും വിദ്യാഭ്യാസ രീതിയിലുമൊക്കെ ആകർഷകമായ മാറ്റങ്ങൾ വന്നപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു ഉണർവുണ്ടായി. അത് സഹിക്കാൻ വയ്യാത്ത ചില രാഷ്ട്രീയക്കാരുടെ കുൽസിത രാഷ്ട്രീയ ലക്ഷ്യവും ഇതിൻ്റെ പിന്നിലുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ കുഴപ്പമുണ്ടാക്കിയിട്ട് ആളുകളെ അതിനെതിരായിട്ട് തിരിക്കുക, അതിന് മതം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. ഇതാണ് അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം. ആ രാഷ്ട്രീയവും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്, തിരിച്ചറിയുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഇത്തരം വിരട്ടലുകൾ കാണുമ്പോൾ എന്നും കീഴടങ്ങുക എന്നതാണ് ഇവിടുത്തെ മതേതര രാഷ്ട്രീയക്കാരുടെ ശീലം. ആ ശീലം ഉണ്ടാക്കിയെടുത്തതുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇത്തരം ആളുകൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇടപെടുകയും ഭീഷണിപ്പെടുത്തുകയും
അതിൻ്റെ പേരിൽ ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ഇവരെ അവഗണിച്ച് തള്ളുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. ഇവരെല്ലാം പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ഇവർ ഒരു സമുദായത്തെയും പ്രതിനിധീകരിക്കുന്നില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ഇവർക്ക് ഈ സമുദായത്തിൽ നിന്ന് യാതൊരു പിന്തുണയുമില്ല എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ പുച്ഛിച്ച് അവഗണിച്ച് തള്ളുക എന്നതാണ് അതിന് പരിഹാരം. ഇതിൽ നമ്മൾ കാണുന്ന മറ്റൊരു പോസിറ്റീവായ കാര്യം, എന്താണ് ഈ മതം എന്ന് ഈ മതസമുദായങ്ങൾക്കകത്തുള്ള ഇച്ചിരിയെങ്കിലും ചിന്തിക്കുന്ന പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇത്തരം സന്ദർഭങ്ങൾ വളരെയേറെ ഉപകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം. നമ്മളൊക്കെ ഈ മതത്തെ പ്രത്യക്ഷമായും രൂക്ഷമായും വിമർശിച്ചുകൊണ്ട് ഇത്രയും കാലം പ്രവർത്തിച്ചതിനേക്കാളുമൊക്കെ നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒരു സാമൂഹ്യ മുന്നേറ്റത്തിന് ഉപകാരപ്രദമായിരിക്കും ഈ കൂട്ടരുടെ ഇത്തരത്തിലുള്ള ചെയ്തികൾ. ഇന്ന് നടക്കുന്ന ഈ ചർച്ചകളും കോപ്രായങ്ങളും കണ്ടാൽ ഒരു സാമാന്യ യുക്തിയും ബുദ്ധിയുമുള്ള ഏതൊരാൾക്കും, ഏതൊരു കൊച്ചുകുട്ടിക്കും എന്താണ് ഈ മതം എന്ന് മനസ്സിലാവും. ഇതെങ്ങോട്ടാണ് മനുഷ്യരെ കൊണ്ടുപോകുന്നത്, എന്താണ് ഈ മതത്തിൻ്റെ ലക്ഷ്യം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. മതത്തെക്കുറിച്ച് പഠിക്കാനും ചിലപ്പോൾ ഇതൊക്കെ പ്രേരണയാകും. അത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇസ്ലാം എന്ന ഈ ഒരു മതം മനുഷ്യൻ്റെ സന്തോഷങ്ങൾക്ക് നേരെ ഇത്രയേറെ അസഹിഷ്ണുത കാണിക്കുന്നത്? അതിൻ്റെ കാരണം അതിൻ്റെ രാഷ്ട്രീയമാണ്. മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്രജീവി, നിരക്ഷരനായിരുന്ന, വിദ്യാഭ്യാസമോ വിവരമോ ഇല്ലാത്ത, സംസ്കാരമില്ലാത്ത, മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു ഗോത്ര മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഈ മതം. എന്തിനാണ് ഈ മതം ഉണ്ടാക്കിയത്? അത് ആ വ്യക്തിയുടെ കുൽസിത ബുദ്ധിയിൽ നിന്ന് രൂപം കൊണ്ട ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ആ കാലത്ത് ഒരു ഗോത്രത്തെ നിയന്ത്രിക്കാനും മറ്റു ഗോത്രങ്ങളെ കൊള്ളയടിച്ച് അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ച് അവരുടെ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് വെട്ടിപ്പിടിച്ച് ഒരു വലിയ ഗോത്രമോ ഒരു സാമ്രാജ്യമോ ഉണ്ടാക്കി അതിൻ്റെ നേതാവാവുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനനുസരിച്ച് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു വളരെ വികലമായിട്ടുള്ള ഒരു ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്ന ദർശനം. അവിടെ മനുഷ്യർക്ക് കലയില്ല, വിനോദങ്ങളില്ല, സന്തോഷങ്ങളില്ല, ഒന്നുമില്ല. അവിടെ ആകെ കൂടെ ഉണ്ടായിരുന്നത് മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടി യുദ്ധത്തിന് പരിശീലനം നൽകുന്ന ഏർപ്പാടുകളാണ്. അതെല്ലാം ഹലാലാക്കിയിട്ടുണ്ട്. അമ്പെയ്ത്ത് പരിശീലനം ഹലാലാക്കിയിട്ടുണ്ട്, കുതിര പരിശീലനം ഹലാലാക്കിയിട്ടുണ്ട്. അങ്ങനെ അക്രമത്തിന് പോകാൻ ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങളൊക്കെ ഹലാലാക്കിയിട്ടുണ്ട്. അത് കളി എന്ന രൂപത്തിലും വിനോദം എന്ന രൂപത്തിൽ പോലും പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട്, അമ്പെയ്ത്തും കുതിരസവാരിയുമൊക്കെ. കാരണം അത് ഇതിനാവശ്യമായിരുന്നു. അങ്ങനെ മറ്റു ഗോത്രങ്ങളെ പോയി കൊള്ളയടിച്ച് കീഴ്പ്പെടുത്തി അവരുടെ നാട് പിടിച്ചെടുത്ത് ഒരു സാമ്രാജ്യം പണിയുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി മനുഷ്യരെ ഭയപ്പെടുത്തി കൂടെ നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ സാധനം. അതുകൊണ്ടാണ് കളി വേണ്ട, പാട്ട് വേണ്ട, ഡാൻസ് വേണ്ട, അതിലേക്കൊക്കെ തിരിഞ്ഞാൽ അവരെ പിന്നെ ഈ കൊള്ളക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതായിരുന്നു പ്രശ്നം. മുഹമ്മദിൻ്റെ പ്രശ്നം അതായിരുന്നു. മുഹമ്മദിന് ഈ അനുയായികളെ കൊള്ളയ്ക്കും യുദ്ധത്തിനും നയിക്കാൻ പരിശീലിപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നു. അതിന് തടസ്സമാണ് ജീവിതത്തിലെ സന്തോഷങ്ങൾ. അതുകൊണ്ടാണ് മുഹമ്മദ് സംഗീതം ഹറാമാക്കിയത്, ചിത്രം ഹറാമാക്കിയത്, ഡാൻസ് ഹറാമാക്കിയത്, കലാരൂപങ്ങൾ ഹറാമാക്കിയത്, ചിരിക്കുന്നത് ഹറാമാക്കിയത്, കരയുന്നത് ഹറാമാക്കിയത്. ഇതെല്ലാം അതിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഹറാമാണ് ഇസ്ലാമിൽ. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ആസ്വാദ്യകരമായി തോന്നുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിരന്തരമായിട്ട് ഈ യുദ്ധത്തിന് പരിശീലിപ്പിക്കുക എന്നതായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് നിസ്കാരം ഏർപ്പെടുത്തിയത്, അതിനു വേണ്ടിയിട്ടാണ് നോമ്പ് ഏർപ്പെടുത്തിയത്, അതിനു വേണ്ടിയിട്ടാണ് ഈ പരിശീലനങ്ങളെല്ലാം നൽകിയത്. അങ്ങനെ മനുഷ്യരെ വെറും ആക്രമിക്കാനുള്ള യന്ത്രങ്ങൾ മാത്രമാക്കി ചുരുക്കിയെടുക്കുക എന്ന രാഷ്ട്രീയ കുതന്ത്രത്തിന് വേണ്ടിയിട്ടാണ് മുഹമ്മദ് ഈ മതം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനനുസരിച്ച് രൂപപ്പെട്ടതാണ് ഈ മതം. അവിടെയാണ് നമ്മൾ ഈ മതത്തിൻ്റെ ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ ആശയങ്ങളുടെ വേരുകൾ കണ്ടെത്തേണ്ടത്. ഈ മതത്തിൻ്റെ അടിവേര് തകർക്കാതെ ശാശ്വതമായി ഇത് പരിഹരിക്കാൻ കഴിയില്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ ഈ മൗലന്മാരാണ് ഈ സമുദായത്തിൻ്റെ പ്രതിനിധികളെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഈ സമുദായം ഇതൊന്നും അറിയില്ല. ഈ മതം എന്താണ്, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നൊന്നും തിരിച്ചറിയാതെ ഇതിൽ പെട്ടുപോയതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോകുന്നവരാണ് ഇതിലെ 99% സാധാരണ മനുഷ്യർ. പക്ഷേ ഈ മതജീവികൾ ഇതെല്ലാം പഠിച്ച് ഇതിൻ്റെ ആശയം ഉൾക്കൊണ്ട്, ഇതിൻ്റെ മനഃശാസ്ത്രം ഉൾക്കൊണ്ട് അത് പ്രയോഗിച്ചുകൊണ്ട് 6-ാം നൂറ്റാണ്ടിലെ മുഹമ്മദ് ഉണ്ടാക്കിയ ഗോത്ര സമൂഹത്തിലേക്ക് ഈ സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോകാനുള്ള, വലിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. അത് തിരിച്ചറിയണം. ഇതിൻ്റെ വേരുകൾ തിരിച്ചറിയണം, ഇതിൻ്റെ രാഷ്ട്രീയം തിരിച്ചറിയണം, ഇതിൻ്റെ ഭവിഷ്യത്തുകൾ തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവരെയൊക്കെ
അവഗണിച്ച് തള്ളുകയും കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുമാണ് ഈ പൊതുസമൂഹത്തോടും ഭരണകൂടങ്ങളോടും രാഷ്ട്രീയക്കാരോടും ഒക്കെ നമുക്ക് ഈ സമയത്ത് പറയാനുള്ളത്.